I just love the fact that I can do simple shit like this and trigger straight men. I love the fact that I have the power to change the chemical reaction of a straight man's brain by doing simple shit like this or by simply existing. How powerful is that? Okay. So since morning, I think I might have received like 400 plus DMs where both men and women telling me to go back to Pakistan. No comments, but the only thing that should be leaving this country at this point of time is your rotted brain and your Islamophobia, probably because my name is Riyaz Salim and I said no innocent life should be taken. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ എന്താണ് പറഞ്ഞതെന്ന് കുറേ പേർക്ക് മനസ്സിലായി കാണത്തില്ല. കാരണം പുള്ളിക്കാരൻ വിദേശത്തൊക്കെ ജനിച്ച് വളർന്നുകൊണ്ട് ഇംഗ്ലീഷ് അല്ലാതെ മലയാളമൊന്നും വായിലങ്ങനെ പെട്ടെന്ന് വരത്തില്ല. അങ്ങനെയുള്ളവർക്ക് ഞാൻ സിമ്പിളായിട്ടുള്ള കാര്യം പറഞ്ഞുതരാം. പുള്ളിക്കാരൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു സ്റ്റോറി ഇട്ട്, കുറച്ച് നാൾ 2 ദിവസം മുമ്പ് ഒരു സ്റ്റോറി തൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു സ്റ്റോറി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഇന്ത്യ നടത്തിയ അറ്റാക്ക്, പാകിസ്ഥാനെതിരെ നടത്തിയ സിന്ദൂർ എന്ന് പറഞ്ഞ ഒരു അറ്റാക്കിനെ കുറിച്ചാണ്. അതിനകത്തിട്ട പോസ്റ്റ് എന്ന് പറയും, ഇതിനെയാണോ വാറെന്ന് പറയുന്നത്, ഷെയിമാണ്, അവിടുത്തെ പാവപ്പെട്ട സിവിലിയൻസിന് നേരെയാണ് അറ്റാക്ക് എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരന് അറിയാൻ പാടില്ലാത്ത, അതായത് കുറേയധികം ഫേക്കായിട്ടുള്ള ന്യൂസും കാര്യങ്ങളും നമ്മൾ അറ്റാക്ക് നടത്തിയ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു. കുറേയധികം പാവപ്പെട്ട ജനങ്ങൾ അവിടുത്തെ കൊന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് അതിനെപ്പറ്റി പുള്ളിക്കാരനെ അറിയാതെ എന്ത് ചെയ്തു, ഒരു പോസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഷെയിമാണ്, ഇങ്ങനെയൊക്കെയാണോ വാറെന്ന് പറയുന്നത്, പാവപ്പെട്ട ജനങ്ങളെ ജീവൻ നഷ്ടപ്പെട്ടിട്ടാണോ എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അവസാനം പുള്ളിക്കാരന് അക്കിടി മനസ്സിലായി പുള്ളിക്കാരൻ ചെയ്ത് തെറ്റാണെന്നുള്ളൊരു കാര്യം. കാരണം അങ്ങനൊന്നും സംഭവിച്ചിട്ടില്ല. നമ്മുടെ ഇന്ത്യൻ ആർമി കറക്റ്റായിട്ടുള്ള രീതിയിൽ ആ ഒരു അറ്റാക്ക് നടത്തിയിട്ടുണ്ടായിരുന്നു. ആർക്കും ഒരു സിവിലിയൻസിനും പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ ഇതറിഞ്ഞതോ ആ പോസ്റ്റ് അങ്ങ് മുക്കിയാണ് ചെയ്തത്. പോസ്റ്റ് ആ സ്റ്റോറി അങ്ങ് മുക്കി. എന്നാൽ നമ്മളറിയാതെ കണ്ട ഒരു ഫേക്ക് ന്യൂസ് വെച്ചിട്ടാണ് സ്റ്റോറി ഇട്ട് അതിലുണ്ടെങ്കിൽ നമ്മുടെ ഇമോഷൻ മൊത്തം അങ്ങ് പുറത്ത് പറയുക. അതായത് ഭയങ്കരമായിട്ട് ഇന്ത്യ തെറ്റാണ്, ഭയങ്കരമായിട്ടുള്ള രീതിയിൽ നമ്മുടെ ഗവൺമെൻറ്റിനെ അങ്ങ് കുറ്റം പറയുന്ന രീതിയിലാണ് സംസാരിച്ചത്. അങ്ങനെ സംസാരിച്ച് അവസാനം മനസ്സിലായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഒരു ക്ഷമ ചോദിക്കണം. അതായത് തെറ്റ് പറ്റിപ്പോയി അറിയാതെ ചെയ്തതാണെന്ന് പറയണം. പക്ഷേ റിയാസ് അങ്ങനെയൊന്നും ചെയ്യത്തില്ല. കാരണം തെറ്റെന്ന് പറഞ്ഞൊരു സോറി എന്ന് പറഞ്ഞൊരു കാര്യം തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വായിന്ന് വരാത്ത ഒരാളാണ് നമ്മുടെ റിയാസ് സലീം. അങ്ങനെ ഒരു കാര്യവും ചെയ്തിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ ഒരു റിയാസ് സലീമിൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ അതിന് ശേഷം ഇട്ട വീഡിയോയിൽ വന്ന ഭയങ്കരമായിട്ടുള്ള കമൻസും കാര്യങ്ങളും മൊത്തം നെഗറ്റീവാണ് പുള്ളിക്കാരനെതിരെ. കാരണം ഇതാണ് സംഭവം, അത്രമാത്രം നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ അത്രമാത്രം നെഗറ്റീവ് കമൻസാണ് വന്നിട്ടുണ്ടായിരുന്നത്. DMലെല്ലാം പോയി ഭയങ്കരമായിട്ട് തെറിവിളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു റിയാസ് സലീമിനെതിരെ. അതിനെതിരെയാണ് പുള്ളിക്കാരൻ ഇപ്പം കണ്ട ഒരു വീഡിയോ ഇട്ട്. അതിനകത്ത് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മെയിനായിട്ട് കുറേയധികം പേർക്ക് എൻ്റെ പേരൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് ചൊറിഞ്ഞു വരുന്നുണ്ട്. ഞാൻ പീസ് വേണം, സമാധാനം വേണമെന്ന് പറഞ്ഞപ്പോഴത്തേനെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേയധികം ഇംഗ്ലീഷിൽ തട്ടിവിടക്കമായിരുന്നു റിയാസ് സലീം അതിനകത്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൾക്കാർക്ക് അതിലല്ല പ്രശ്നം, പേരിലോ അല്ലെങ്കിൽ ആ പറഞ്ഞ പീസോ അതെല്ലാവർക്കും ഓക്കെയാണ്. അവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് പാകിസ്ഥാനിൽ ഒന്നും തന്നെ പറ്റില്ല, അത് മെയിനായിട്ടുള്ളൊരു കാര്യം. പക്ഷേ ഇവൻ ഒരു കാര്യം അറിയാതെ ഒന്നും ചെക്ക് ചെയ്യാതെ എവിടോ കണ്ട ഫേക്ക് ന്യൂസ് എടുത്ത് സ്റ്റോറി ഇട്ടിട്ട് നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ്റിനെയും കുറ്റപ്പെടുത്തി. അതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം. ഒന്ന് സെർച്ച് ചെയ്തിട്ട് മാന്യമായിട്ടൊന്ന് സെർച്ച് ചെയ്തിട്ട് ഇട്ടിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കത്തില്ല. പക്ഷെ അതൊന്നും സെർച്ച് ചെയ്യത്തില്ല, എവിടോ കണ്ടു സംഭവിച്ചില്ല, നമുക്ക് നമ്മുടെ ഗവൺമെൻറ്റിനെ അങ്ങ് കുറ്റം പറയാമെന്ന് പറഞ്ഞ് എടുത്തു വെച്ച് കുറ്റം പറച്ചിലും 2-3 സ്റ്റോറി ഇടലുമായിരുന്നു. പുള്ളിക്കാരനെ ആ തെറ്റ് പറ്റിയെന്ന് പറഞ്ഞപ്പോൾ അത് മാറ്റി ഒരു മാപ്പ് പറഞ്ഞുകൊണ്ട് സ്റ്റോറി, അതൊന്നുമില്ല. തെറ്റ് പറ്റിയാലും സോറി പറയാത്ത ആളാണ് ഞാൻ സോറിയേ പറയത്തില്ല എന്നുള്ളൊരു വ്യക്തിയാണ് റിയാസ് സലീം. എന്നിട്ടാണ് ഈ ഒരു വീഡിയോ ഇട്ടുകൊണ്ട് വന്ന് എൻ്റെ പേര് ഉള്ള പ്രശ്നമാണ്, അതിൻ്റെ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞ് കുറേയധികം ഉരുണ്ട് കളിക്കൊക്കെ നോക്കിയതാണ്. പക്ഷെ അതൊന്നും ഇവിടെ ഏക്കത്തില്ല. റിയാസ് സലീമിന് അതിപ്പം മനസ്സിലായി കാണും. എന്തായാലും ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് റിയാസ് സലീമിനെതിരെ വേറൊരു കേസ് ഇപ്പം പോയേക്കുന്നത്. ഇങ്ങനത്തുള്ള ഫേക്കായിട്ടുള്ള ന്യൂസും കാര്യങ്ങളും കൊടുത്തു എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്തേക്കുവാണ്. അത് വലിയൊരു പ്രശ്നമാകാനുള്ള ചാൻസ് ഉണ്ട്. ഇതുപോലെ തന്നെ ഒരു വ്യക്തി മലയാളത്തിൽ ഇങ്ങനെ ഫേക്കായിട്ടുള്ള ന്യൂസും കാര്യങ്ങളും ആർമിയെക്കുറിച്ചൊക്കെ കൊടുത്തപ്പോൾ ആ പുള്ളിക്കാരൻ്റെ ചാനൽ വരെ അടിച്ചു പോക്കിയതാണ്. അപ്പോൾ ഈ ഒരു വ്യക്തി ഇതേ ഫേക്കായിട്ടുള്ള സ്റ്റോറിയും കാര്യങ്ങളും ഇട്ട് നമ്മുടെ ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്തിയെന്ന് പറഞ്ഞൊരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ എന്തായാലും വഴിയെ റിയാസ് സലീമിന് മനസ്സിലാവും കേസ്. കാരണം എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് അങ്ങനത്തെ രീതിയിലാണ് എല്ലാം ഈ ഒരു ഫേക്കായിട്ടുള്ള ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ പാസ് ചെയ്യുന്നവർക്കെതിരെ നിയമ നടപടി എടുക്കുന്നത്. അപ്പോൾ റിയാസ് സലീം ഇതേ കണക്ക് ചെയ്തത് ഉറപ്പായിട്ടും ഗവൺമെൻറ് അത് കറക്റ്റായിട്ടുള്ള ശിക്ഷ കൊടുക്കും എന്നുള്ളത് ഉറപ്പാണ്. അത് റിയാസ് സലീം പ്രതീക്ഷിച്ചിരുന്നു. അപ്പം ഇതേ കണക്ക് പേരാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. തെറ്റ് ചെയ്താൽ ഉറപ്പായിട്ടും അതിനുള്ള ശിക്ഷ കിട്ടും. അത് തരികയും ചെയ്തിരിക്കും. അത് ഗവൺമെൻറ് ഒരു മടിയും കാണിക്കത്തില്ല.